നിലപാടുകളിലെ വ്യക്തതയാണ് വടശ്ശേരി ദാമോദരൻ സതീശന്റെ DNA. അധികാരത്തിന്റെ ഇടനാഴികളിൽ വാക്കുകൾ കൊണ്ട് വീരവാദം മുഴക്കുന്നവരല്ല, മറിച്ച് കൃത്യതയും സ്ഥിരതയുമുള്ള നിലപാടുകൾ കൊണ്ട് എതിരാളികളെ നിഷ്പ്രഭമാക്കുന്ന നോ കോംപ്രമൈസ് രാഷ്ട്രീയത്തിന്റെ ബ്രാൻഡ് നെയിമാണ് VD സതീശൻ. തുടർച്ചയായ പരാജയങ്ങളിൽ ശ്വാസം മുട്ടി നിന്ന UDFന് വിജയത്തിന്റെ ജീവവായു നൽകി കേരളത്തിന്റെ 1-ാം നമ്പർ കസേരയിലേക്ക് അദ്ദേഹം നടന്നു കയറുന്നത് ചരിത്രപരമായ ഒരു തിരുത്തൽ ശക്തിയായിട്ടാണ്. ഈ വിജയം ഒത്തുതീർപ്പുകളുടേതല്ല, മറിച്ച് ആർജവത്തിൻ്റെതാണ്. 1964 നെട്ടൂരിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് പഠനത്തിലും രാഷ്ട്രീയത്തിലും ഒരേപോലെ ഒന്നാമനായി നടന്ന സതീശൻ KSU കാലം മുതൽക്കേ തൻ്റെ പാത വെട്ടിത്തെളിച്ചവനാണ്. പല പദവികളും കൈവെള്ളയിൽ നിന്ന് വഴുതിപ്പോയപ്പോഴും 1996 കന്നി പോരാട്ടത്തിൽ പറവൂരിൽ തോറ്റുപോയപ്പോഴും അദ്ദേഹം തളർന്നില്ല. ആ തോൽവിയെയാണ് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവാക്കി മാറ്റിയത്. തോറ്റ മണ്ണിൽ തന്നെ വേരുറപ്പിച്ച് ഇടത് കോട്ടകൾ തകർത്ത് നിയമസഭയിലെത്തിയ സതീശൻ പിന്നീട് പറവൂരിൻ്റെ ഹൃദയമിടിപ്പായി മാറി. ഹോംവർക്കിൻ്റെ കാര്യത്തിൽ സതീശനുള്ള കണിച്ചത കേരളം കണ്ടതാണ്. നിയമസഭയിൽ വെറുമൊരു MLA-യിൽ നിന്നും കേരളത്തിൻ്റെ MLA ആയി അദ്ദേഹം വളർന്നത് ലോട്ടറി മാഫിയയ്ക്കെതിരായ ആ വിശ്വരൂപത്തിലൂടെയായിരുന്നു. ഗ്രൂപ്പ് താൽപ്പര്യങ്ങളുടെ പേരിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടപ്പോഴും സ്പീക്കർ പദവി നൽകി ഒതുക്കാൻ നോക്കിയപ്പോഴും തന്റെ നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ അദ്ദേഹം ഉറച്ചു നിന്നു. കോൺഗ്രസ് അതിന്റെ ഏറ്റവും കഠിനമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് സതീശൻ നായക സ്ഥാനത്തേക്ക് വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് തൃക്കാക്കര മുതൽ പുതുപ്പള്ളി വരെ അദ്ദേഹം പയറ്റിയ തന്ത്രങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ പുതിയ പാഠപുസ്തകമാണ്. അധികാരത്തിലെത്തിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം എന്ന് ഗോതിയിലിറങ്ങും മുൻപ് തന്നെ പ്രഖ്യാപിച്ച ആ അസാമാന്യ ധൈര്യം, അതായിരുന്നു സതീശൻ എന്ന ഫിനിഷറുടെ മാസ്റ്റർ സ്ട്രോക്ക്. വർഗീയതയുടെയും പ്രീണനത്തിന്റെയും രാഷ്ട്രീയത്തിന് മുന്നിൽ നട്ടല് വളയ്ക്കാതെ മതേതരത്വത്തിന്റെ കാവലാളായി അദ്ദേഹം നിന്നു. സ്വന്തം അണികളുടെ പോലും വിമർശനങ്ങളിൽ തളരാതെ ജെൻസി തലമുറയെയും ഇടതുപക്ഷ അനുഭാവികളെയും ഒരുപോലെ ആകർഷിക്കാൻ VD സതീശന് സാധിച്ചു. പ്രലോഭനങ്ങളിലൂടെയല്ല, കഠിനാധ്വാനത്തിലൂടെ അണികളുടെ മാസ് ലീഡറായി വളർന്ന വടശ്ശേരി ദാമോദരൻ സതീശൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. പട നയിച്ചവൻ തന്നെ പടനായകനായിരിക്കുന്നു.